ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പും സാമ്പത്തിക ക്രമക്കേടുകളും തൃശൂരിൽ സജീവ ചർച്ചയാകുന്നു. പ്രത്യാരോപണങ്ങളിലൂടെ പ്രതിരോധിക്കാൻ നേതാക്കൾ ശ്രമിക്കുമ്പോഴും നിയമപരമായ പ്രശ്നങ്ങളിൽ CPIM-ന് ആശങ്കയുണ്ട്. ബാങ്ക് ഓഫ് ഇന്ത്യയിലെ മണിക്കൂറുകൾ നീണ്ട പരിശോധനയ്ക്ക് ശേഷം അക്കൗണ്ട് മരവിപ്പിച്ചതും ഏറെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം തിങ്കളാഴ്ച വീണ്ടും ഹാജരാകാൻ ജില്ലാ സെക്രട്ടറിക്ക് ലഭിച്ച ED നോട്ടീസും ജില്ലയിലെ CPM-നെ അസ്വസ്ഥമാക്കുന്നു. മാത്രവുമല്ല, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ എന്നിവരും ചോദ്യം ചെയ്യലിന് വിധേയമായി കഴിഞ്ഞു. AC മൊയ്തീൻ MLA, MK കണ്ണൻ എന്നിവർക്ക് ED വീണ്ടും നോട്ടീസ് നൽകുമെന്ന സൂചനകളും പുറത്തുവരുന്നു. തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സജീവമാകേണ്ട നേതാക്കൾ അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിൽ കയറിയിറങ്ങേണ്ടി വരുന്ന സാഹചര്യം CPM മുമ്പൊരിക്കലും നേരിട്ടിട്ടില്ല. മാത്രവുമല്ല, അക്കൗണ്ട് മരവിപ്പിച്ചത് താൽക്കാലികമായെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയുമുണ്ടാക്കും. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഹാജരാകുന്ന നിലപാട് മാറ്റി നേതാക്കൾ ഒന്നൊന്നായി EDയുടെ മുന്നിലേക്ക് പോകേണ്ടി വരുന്നതുണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല. തിങ്കളാഴ്ച ഹാജരാകുന്ന കാര്യം പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി MM വർഗീസ് പ്രതികരിച്ചു. പാർട്ടി ലീഡർഷിപ്പായിട്ട് ആലോചിക്കണമല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇതിപ്പോ എന്താ വളരെ ക്ലിയർ അല്ലേ കാര്യം. കേരളത്തിലെ LDFന്റെ വ്യക്തമായ മുൻതൂക്കമാണ്. LDF നല്ല നിലയിൽ ജയിച്ചിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ 3 പാർലമെന്റ് മണ്ഡലങ്ങളിൽ LDF സ്ഥാനാർത്ഥികൾ ജയിച്ചു. അതാണ് ഇവരുടെ പ്രശ്നം. നിലവിലെ സാഹചര്യം വോട്ടർമാർക്ക് മുമ്പിൽ വിശദീകരിക്കേണ്ട അവസ്ഥ കൂടി LDFന് വന്നിരിക്കുന്നു. ജില്ലയിലെ തിരഞ്ഞെടുപ്പ് അജണ്ട കരുവന്നൂരും CPM-ന്റെ സാമ്പത്തിക ക്രമക്കേടും എന്ന നിലയിലേക്ക് മാറുന്ന കാഴ്ചയാണ് അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ കാണാനാകുന്നത്. റിപ്പോർട്ടർ, തൃശൂർ.